ജീവിതത്തിൽ ബറക്കത്തില്ല, ഐശ്വര്യമില്ല, ഒന്നിനും മതിയാകുന്നില്ല സമ്പത്ത്. മുമ്പ് കാലത്ത് പോലെയുള്ള ഒരു വരുമാനം കോവിഡിന് ശേഷമുള്ള ഘട്ടങ്ങളിൽ, ജീവിതഘട്ടങ്ങളിൽ നമുക്ക് ലഭിക്കുന്നില്ല. ഒരു റാഹത്ത് നമുക്കില്ല. നമ്മളെപ്പോഴും പറയും മനസ്സിനൊരു സന്തോഷമില്ല. എന്താ കാരണം? നിസ്കാരത്തിന് ശേഷമില്ല, ദുആ ഇല്ല, ഇജാബത്തുള്ള പ്രാർത്ഥനയല്ലേ. ഏറ്റവും അള്ളാഹു കേൾക്കുന്ന ഇജാബത്തുള്ള പ്രാർത്ഥന ഏതാണ്? നബിതങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞത് 3 സമയങ്ങളിലുള്ള പ്രാർത്ഥന അള്ളാഹു ഉത്തരം നൽകും. ഒന്ന് ബഅദ സ്വലാത്തിൽ മഫ്റൂദ, ഫർളാക്കപ്പെട്ട നമസ്കാരങ്ങൾക്ക് ശേഷമുള്ളതാകുന്ന പ്രാർത്ഥന, മുസൽമാന്റെ ദുആ. സഹോദരിമാരെ, നിങ്ങളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും, ദുആഇന് ഇജാബത്തുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥന, ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ളത് ഇജാബത്തുണ്ടെന്ന് പഠിപ്പിച്ചത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുസുന്നയുടെ ആദർശത്തിൽ നിലകൊള്ളുന്ന മുസൽമാൻ നിസ്കാരം കഴിഞ്ഞ് ചാടി എഴുന്നേറ്റ് ബിദ്അത്തിന്റെ വക്താക്കളെ പോലെ ഇറങ്ങിപ്പോകുന്നത് ആരെ കണ്ടിട്ടാണ്? എവിടുന്നാണ് നീ ഇത് പഠിച്ചത്? ഈ ഒരു ശൈലി ബിദ്അത്തുകാരുടെ സുന്നത്താണോ നീ പിൻപറ്റുന്നത്? അതല്ല പരിശുദ്ധ പ്രവാചകന്റെ തിരുചര്യയിലാണോ നീ നിലകൊള്ളുന്നത്? നിസ്കാരത്തിന് ശേഷം ഇരിക്കും, അതവോടുകൂടി ഇരിക്കും, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹി, അല്ലാഹു അക്ബർ 33 34 വട്ടം ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ 10 വട്ടം ഉരുവിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ദുആ നിർവഹിക്കും. അല്ലാഹു നിനക്ക് പരിഗണന നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊന്നും ചോദിക്കാനില്ലാത്ത പോലെയാണ് ഈ ഓട്ടം കണ്ടാൽ. ദുആ ചെയ്യണ്ടേ? നമ്മൾ ഓരോരുത്തരും സ്വന്തമായിട്ടെങ്കിലും ഒരു 5 മിനിറ്റ് ദുആ ചെയ്യണ്ടേ? മഹാനായ അത്തിപ്പറ്റു ഉസ്താദ് അല്ലാഹു കൊടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ, അവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ ചാരത്തല്ലേ ബഹുമാനപ്പെട്ടവരുടെ നാടുള്ളത്, അവരവിടെയല്ലേ അന്ത്യവിശ്രമം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഖബർ വിശാലമാക്കുമാറാവട്ടെ. 5 വഖത്ത് നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാത്തവനെ ബഹുമാനപ്പെട്ടവർക്ക് വല്ലാത്ത വെറുപ്പാണ്. നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ഒരു ഹംദ്, ഒരു സ്വലാത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം, ഒരു സ്വലാത്ത്. എന്നിട്ട് നീ ദുആ ചെയ്യണം, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ദുആ ചെയ്യും. ഖുർആനിൽ വന്ന ദുആ അല്ലേ? ഈ ദുആയിനല്ലേ ഏറ്റവും വലിയ ഫലം. ഖുർആനിലും ഹദീസിലും വാരിദായ ദുആകൾക്ക് വലിയ പ്രതിഫലമാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പരിശുദ്ധമായ കഅബ പരിപൂർണമായി പടുതിട്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനാകുന്ന ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ളതാകുന്ന കൂട്ട പ്രാർത്ഥനയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ആരാണിത് ദുആ ചെയ്ത് പഠിപ്പിച്ചത്? മഹാനായ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. എത്ര ശ്രേഷ്ഠമായ ദുആ ആണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇതിനെ നീ സ്വീകരിക്കണേ അല്ലാ. അതാണ് അതിന്റെ അർത്ഥം. നിസ്കരിച്ചിട്ട് ആർക്കോ വേണ്ടി കൊടുത്തിട്ട് ചാടി എഴുന്നേറ്റ് പോകുന്നവൻ യഥാർത്ഥ മുസ്ലിമാണോ? ഇന്നാ പിടിച്ചോ പടച്ചറബേ, നിസ്കരിക്കാൻ നീ പറഞ്ഞു, ഞങ്ങളിതാ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകലല്ല. നിസ്കാരത്തിന് ശേഷം അവിടെ ഇരുന്നിട്ട് പടച്ചറബ് ഇത് നീ സ്വീകരിക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചറബ് നീ സർവ്വതും കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഞങ്ങൾ നീ നമസ്കാരത്തെ നീ സ്വീകരിക്കണേ നാഥാ എന്ന് നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് ദുആ ചെയ്യാൻ പ്രിയപ്പെട്ട ഉമ്മ നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്ത് സുന്നത്ത് ജമാഅത്ത്, പിന്നെന്ത് സുന്നിയാണ് നീ? അല്ലാഹുവിനോട് ഇതൊന്ന് സ്വീകരിക്കാൻ പോലും പറയാൻ നിനക്ക് സമയമില്ല. എന്നിട്ട് പിന്നെ സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ അവസാനിപ്പിക്കാൻ നിനക്ക് കൂടുതൽ സമയമില്ല, തിരക്കാണെങ്കിൽ ഇത്രയും ചെയ്തുകൂടെ? 1 മിനിറ്റ് വേണ്ട, അര മിനിറ്റ് വേണ്ട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ഹംദ് കൊണ്ട് തുടങ്ങി, സ്വലാത്ത് കൊണ്ട് തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടുള്ള ദുആ ഇജാബത്ത് ഉറപ്പാണ്. പറ്റുമെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആരക്കാൻ, അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ദുആഇന് ഇജാബത്ത് കിട്ടാൻ കാരണമാണ്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് വേണ്ടി അവന്റെ അഭാവത്തിലുള്ളതാകുന്ന പ്രാർത്ഥന, അവന്റെ കൺമുന്നിൽ വെച്ചല്ല, അവൻ ഇല്ലാത്തപ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ മോമിനായ മനുഷ്യ, നീ മറക്കരുത്, ഇൽമിന്റെ മാഹാത്മ്യം നിസാരമല്ല, ചെറുതല്ല, വളരെ വലുതാണ്, നിസാരമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പരിചയപ്പെടുത്തിയത് 2 വസ്തുക്കൾ. ആ 2 വസ്തുക്കളെയും പരിചയപ്പെടുത്തിയത് കൺകുളിർമയേകുന്നത് എന്നാണ്. ഒന്ന് മക്കളാണ്,
ഖുർറത്ത അയുൻ, കൺകുളിർമയാകുന്ന മക്കളാകണത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയത് സ്വർഗമാണ്. സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു പറയുന്നതും കൺകുളിർമയേകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കണ്ണിന് കുളിർമയാകുന്ന വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടത്. നോക്കൂ നിങ്ങൾ സൂറത്തു സജദ ശ്രദ്ധിക്കുന്നേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلا تعلم نفس ما أخفي لهم من قرة أعين جزاء بما كانوا يعملون أفمن كان مؤمنا كمن كان فاسقا لا يستوون. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു സജദയിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, فلا تعلم نفس ما أخفي لهم من قرة أعين. കൺകുളിർമയാകുന്ന വസ്തുക്കളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അല്ലാഹു സത്യവിശ്വാസികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതായ വസ്തുക്കളെ കുറിച്ച് ലോകത്ത് ഒരാൾക്കും അറിയുകയേ ഇല്ല. ഒരു ശരീരവും ഒരു ആത്മാവും ഒരു മനുഷ്യനും അവന്റെ ചിന്തകൾ കൊണ്ട് ചിന്തിച്ചാൽ എത്തിപ്പെടാൻ പറ്റാത്ത നിലക്കുള്ള വളരെ മനോഹരമാകുന്ന കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ് സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ. കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടതാണ്. എല്ലാ വസ്തുവും കണ്ണിന് കുളിർമയേകും സ്വർഗത്തിലേത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണല്ലോ സ്വർഗം കിടക്കണം എല്ലാവർക്കും ആഗ്രഹം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ എത്തിച്ചേരാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗം കിട്ടാനാണ് എല്ലാവരും ഓടുന്നത്. അവിടെ കൺകുളിർമയേകുന്ന വസ്തുക്കളെ കൊണ്ടാണ് അള്ളാഹു നിറച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സജദ. നോക്കൂ നിങ്ങൾ, രണ്ട് വസ്തുക്കളെ കുറിച്ച് അള്ളാഹു ഖുർആനിൽ കൺകുളിർമയേകുന്നതെന്ന് പറഞ്ഞു. ഒന്നാരാണ്? മക്കൾ, സന്താനങ്ങളാണ്. മറ്റൊന്ന് സ്വർഗമാണ്. എന്തിനാണ്? കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കൺകുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ കടത്താനുള്ള പരിശ്രമമാണ് രക്ഷിതാക്കളായ നമ്മൾ നടത്തേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ്? കൺകുളിർമയാകുന്ന സന്താനങ്ങളെ കണ്ണിന് കുളിർമയേകുന്ന സ്വർഗത്തിലേക്ക് മക്കളെ എത്തിക്കണം. അതിനുള്ള പ്രയത്നമാണ് ആര് നടത്തേണ്ടത്? മാതാവും പിതാവും രണ്ടുപേരും ഒരേപോലെ അതിനുവേണ്ടിയാണ് ശ്രദ്ധ ചെലുത്തേണ്ടത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അപ്രതീക്ഷിതമായി കടന്നു വന്നു. അസർ നിസ്കാരത്തിന് ശേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സുഹൃത്തുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനായ വ്യക്തി, പുതുമാളനാണ്, പുതുമണവാളനാണ്, ചെറുപ്പക്കാരനാണ്, വിവാഹം കഴിഞ്ഞ് വളരെ കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളൂ. ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. നബിയോടൊരാളൊരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹിയും മിൻ സമാ. നബിയെ, ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. നബിയോടൊരാളൊരു ദിനം സംസാരമാ, അസറാണ് സമയം, വഹിയും മിൻ സമാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസർ നമസ്കാരം കഴിഞ്ഞ ഒരു ചെറുപ്പക്കാരനുമായി സംവദിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ചിറകടിച്ചുകൊണ്ട് പ്രവാചകന്റെ തിരുചാരത്തേക്ക് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയെ, ഈ ആൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു മണിക്കൂർ സമയം കൂടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവിനെ വേർപെടുത്താൻ അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുമേ എന്നുള്ള യാഥാർത്ഥ്യം സത്യം നബിയെ തങ്ങൾ അറിയണേ റസൂലേ. ഒരു മണിക്കൂർ കൂടി അദ്ദേഹത്തിന് ആയുസ്സുള്ളൂ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം
അല്ലാഹു നൽകിയതായ ദിവ്യബോധനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന നബിയെ, തങ്ങൾ അദ്ദേഹത്തെ അറിയിക്കൽ നിർബന്ധമാണ്. ആ ചെറുപ്പക്കാരനോട് തങ്ങൾ ഇത് പറയണം. ആദരവായ പ്രവാചകൻ വല്ലാതെ വിഷമിച്ചു പോയി. തന്നോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന പുതുമണവാളനാണ്. വിവാഹം കഴിഞ്ഞ് കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ. നവവധുവിനോട് സംസാരിച്ച് കഴിഞ്ഞിട്ടില്ല. മധുവിധ ആഘോഷം തീർന്നിട്ടില്ല. അതിന്റെ സന്തോഷവും സൗരഭ്യവും കെട്ടണഞ്ഞിട്ടില്ല. വളരെ റാഹത്തായുള്ള ജീവിതം നയിച്ചു പോകുന്ന സഹോദരനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ചെറുപ്പക്കാരനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, രണ്ട് തോളിലേക്ക് കൈകളെടുത്ത് വെച്ച് പറയുന്നു, സഹോദരാ, 21 മണിക്കൂർ സമയം കൂടിയേ നിന്റെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ. അവസാനത്തെ സമയത്തിലേക്ക്, അവസാന മണിക്കൂറിലേക്ക് നീ എത്തിപ്പെട്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എനിക്കിപ്പോൾ നൽകിയതാകുന്ന ആത്മാർത്ഥമായ വഹയാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ പ്രവാചകന്റെ മുന്നിൽ നിന്ന് വിറയ്ക്കുകയാണ്. പൊട്ടിക്കരഞ്ഞതാകുന്ന സ്വഹാബി വര്യൻ ഒരു വേള ധൈര്യം സംഭരിച്ചുകൊണ്ട് പ്രവാചകന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പ്രവാചകനോട് സലാം പറയുകയാണ്. യാത്ര പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ നിന്ന് പോകുമ്പോൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മാദാ അഫ്അലു ഫീ ഹാദൽ വഖ്തി യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഈ അവസാനത്തെ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം റസൂലേ? 1 മണിക്കൂർ കഴിഞ്ഞാൽ ആത്മാവിനെ വേർപെടുത്തുമല്ലോ ഹബീബേ. എനിക്ക് സ്വർഗം പുൽകണം, നരകത്തിൽ നിന്ന് രക്ഷ നേടണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്താൻ കുറഞ്ഞ ദിവസങ്ങളെ എനിക്കുണ്ടായിട്ടുള്ളൂ. പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വന്നതാകുന്ന വ്യക്തിയാണ്. അസർ നിസ്കാരം കഴിഞ്ഞപ്പോ പ്രവാചകരെ കണ്ടു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്നതാ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറയുകയാണ്, മഗ്‌രിബിന് മുമ്പ് ആത്മാവിനെ വേർപെടുത്തും കേട്ടോ. ബഹുമാനപ്പെട്ട സ്വഹാബി വര്യൻ വിറച്ചുപോയി. നബി തങ്ങളോട് ചോദിക്കുകയാണ്, മാദാ അഫ്അലു ഫീ ഹാദൽ വഖ്തി യാ ഹബീബല്ലാഹ്. നബിയേ, നബിയേ, ഞാൻ എന്ത് ചെയ്യണം റസൂലേ? ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്താലാണ് രക്ഷപ്പെടുക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മാതാപിതാക്കളുടെ അടുക്കലേക്ക് പോകണമെന്നല്ല, വിശുദ്ധമായ നമസ്കാരം നിലനിർത്തി പള്ളിയിൽ നിലകൊള്ളണമെന്നല്ല, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിലകൊള്ളണമെന്നല്ല, മറിച്ച് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ഉത്തുലുബിൽ ഇൽമാ, അറിവ് പഠിക്കണേ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്നവനാകണേ, പ്രവാചകന്റെ തിരുവചനങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെ കൊണ്ടുവരണേ, നീ പരിശുദ്ധമായ വിജ്ഞാനം പഠിക്കാൻ ഈ സമയം നീ വിനിയോഗിക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തൊണ്ണക്കുഴി റൂഹ് ബിരിയാൻ ഇനി 1 മണിക്കൂർ മാത്രമാണ്, 60 മിനിറ്റുകൾ മാത്രം അവശേഷിക്കവേ ചെറുപ്പക്കാരൻ ഓടുകയാണ്. പ്രവാചകരോട് സലാം പറഞ്ഞ് കൈക്ക് പിടിച്ചുകൊണ്ട് മദീന പള്ളിയുടെ അകത്തലത്തിൽ വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളിൽ ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന സഹാബത്തിന്റെ ഇൽമിന്റെ ഹൽക്കയിലേക്ക് സലാം പറഞ്ഞ് കയറിയിരുന്നു. ബഹുമാനപ്പെട്ടവർ ഇൽമ കരഗതമാക്കുകയാണ്. 1 മണിക്കൂർ കൃത്യം കഴിഞ്ഞപ്പോ നസല ഖാബിലുൽ അർവാഹ് മലക അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. ആ ചെറുപ്പക്കാരന്റെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. ഇദാ ജാ അജലുഹാ ലാ യസ്തഖിറൂന സഅതാ വലാ യസ്തഖ്ദിമൂൻ. മനുഷ്യാമാനവാ, നിന്റെ ആത്മാവിന് വേർപെടുത്തേണ്ട സമയമെത്തിയാൽ 1 സെക്കൻഡ് പോലും അല്ലാഹു മുന്തിക്കുകയോ 1 സെക്കൻഡ് പോലും പിന്തിക്കുകയോ ചെയ്യുകയില്ല. ഈ ദുനിയാവിൽ അമ്പരചുംബികളായ മണിമേട് കുളിച്ച് ഉല്ലസിക്കുന്നവരെ, മാളിക സൗധങ്ങൾ സുബഹി നമസ്കരിക്കാതെ കറന്നുറങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, റീൽസുകൾ കണ്ടുകൊണ്ടും റീൽസ് കളിച്ചുകൊണ്ടും യൂട്യൂബിലൂടെ അശ്ലീലമാക്കപ്പെട്ട വീഡിയോകൾ കണ്ടുകൊണ്ടും കമന്റ് ചെയ്തുകൊണ്ടും മോശപ്പെട്ട തലത്തിലെ
കേക്ക് കണ്ണുകളെ കാതുകളെ ഹൃദയങ്ങളെ മണിമസമാക്കി നിലകൊള്ളുന്ന മുസ്ലിമേ മുസ്ലിമത്തെ, എപ്പോഴാണ് മരണം നമുക്ക് വരിക എന്നറിയില്ല. എല്ലാ സമ്പത്തും എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് പാപങ്ങളുടെ കണ്ണീരപ്പാതെ, നിരാലംബര കവലംബമാകാതെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാതെ, സമ്പത്ത് മുഴുവനും എന്റെ കൈകളിൽ വേണമെന്ന് പറഞ്ഞ് എനിക്കാണ് അധികാരത്തിന്റെ പരമോന്നത പദവി വേണ്ടത് എന്ന് അഹങ്കരിച്ച് ഭൗതിക ലോകത്തെ ആഡംബരാസ്വാദനങ്ങളിൽ മുഴുകി ജീവിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തെ, എപ്പോഴാണ് മരണം വരിക എന്നറിയില്ല. ഏത് സെക്കൻഡിലാണ് വരിക എന്നറിയില്ല. ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളണേ, വലയു അഖിറല്ലാഹു നഫസാ ഇദാ ജാഅ അജലുഹാ. ഏതൊരു സഹോദരനാണോ ഏതൊരു സഹോദരിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന സമയത്ത് അവൻ ആത്മാവിനെ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് 4 മാസം നീ പ്രായമെത്തുമ്പോൾ തന്നെ അല്ലാഹു ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് എന്നാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഞാൻ ഈ ഊതിയതാകുന്ന ആത്മാവിന് മലക്കുകൾ മുഖേന അല്ലാഹു പറഞ്ഞു വിട്ടു. ഊതിയതാകുന്ന ആത്മാവിന് എപ്പോഴാണ് തിരിച്ചെടുക്കേണ്ടത് എന്നൂടി അല്ലാഹു അടയാളപ്പെടുത്തിയിട്ടുണ്ടത്രേ. മനുഷ്യ മാനവാ, നീ എത്ര വലിയ പണക്കാരനായിരുന്നാലും, എത്ര വലിയ പാവപ്പെട്ടവനായിരുന്നാലും, എത്ര വലിയ പൊക്കമുള്ളവനായിരുന്നാലും, എത്ര പൊക്കം കുറുകിയവനായിരുന്നാലും, എത്ര വെളുപ്പുള്ളവനായിരുന്നാലും, എത്രമേൽ കറുപ്പുള്ളവനായിരുന്നാലും, അവർണനായിരുന്നാലും സവർണനായിരുന്നാലും, അധികാരത്തിന്റെ പരമോന്നത പദവിയിൽ വിരാജിച്ചിരുന്നവനായിരുന്നാലും, ദരിദ്രയുടെ താരത്തട്ടിൽ നിലകൊണ്ടിരുന്നതാകുന്ന മനുഷ്യനായിരുന്നാലും, ആത്മാവിനെ വേർപെടുത്താൻ സമയമെത്തിയാൽ വലയു അഖിറല്ലാഹു നഫസാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പണത്തിന്റെ പളവളപ്പ് പറഞ്ഞതുകൊണ്ടോ, രാജ്യത്തിന്റെ അധികാരി ആയതുകൊണ്ടോ, സമുദായത്തിന് നേതൃത്വം എന്ന നിലയ്ക്കോ, പള്ളിയിലെ ഇമാം ആയതുകൊണ്ടോ, മുദർരിസ് ആയതുകൊണ്ടോ, വായിലായതുകൊണ്ടോ, പ്രഭാഷണം കേൾക്കുന്നവനായതുകൊണ്ടോ, ശ്രോതാക്കളായതുകൊണ്ടോ ഒരു നിലയ്ക്കും അല്ലാഹു പരിഗണനയുടേതാകുന്ന ഭാഗമില്ല. ആത്മാവിനെ വേർപെടുത്തുകയാണ്, ആത്മാവിനെ വേർപെടുത്തുകയാണ്. പരിശുദ്ധയാകുന്ന സ്വാഭിവര്യനത 1 മണിക്കൂർ സമയം ആത്മാവിനെ വേർപെടുത്തുമെന്ന് പരിശുദ്ധ പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അറിയിപ്പ് കൊടുത്തു. വിജ്ഞാനത്തിന്റെ തോട്ടം തേടിക്കൊണ്ട് പോയതാകുന്ന സഹോദരന് ആ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടത്തിനകത്തിരുന്നു കൊണ്ട് മധുനുകരുമ്പോ ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്, ആത്മാവിനെ വേർപെടുത്തുകയാണ്. സ്വഹാബത്ത് നബി തങ്ങളുടെ ചാരത്തെ കൂടുകയാണ്. ഇദാ ജാഅ അജലുഹാ. ഏതൊരു സഹോദരനാണോ ഏതൊരു സഹോദരിയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന സമയത്ത് അവൻ ആത്മാവിനെ എടുക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് 4 മാസം നീ പ്രായമെത്തുമ്പോൾ തന്നെ അല്ലാഹു ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് എന്നാണ് ഈ കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഞാൻ ഈ ഊതിയതാകുന്ന ആത്മാവിന് മലക്കുകൾ മുഖേന അല്ലാഹു പറഞ്ഞു വിട്ടു. ഊതിയതാകുന്ന ആത്മാവിന് എപ്പോഴാണ് തിരിച്ചെടുക്കേണ്ടത് എന്നൂടി അല്ലാഹു അടയാളപ്പെടുത്തിയിട്ടുണ്ടത്രേ. മനുഷ്യ മാനവാ, നീ എത്ര വലിയ പണക്കാരനായിരുന്നാലും, എത്ര വലിയ പാവപ്പെട്ടവനായിരുന്നാലും, എത്ര വലിയ പൊക്കമുള്ളവനായിരുന്നാലും, എത്ര പൊക്കം കുറുകിയവനായിരുന്നാലും, എത്ര വെളുപ്പുള്ളവനായിരുന്നാലും, എത്രമേൽ കറുപ്പുള്ളവനായിരുന്നാലും, അവർണനായിരുന്നാലും സവർണനായിരുന്നാലും, അധികാരത്തിന്റെ പരമോന്നത പദവിയിൽ വിരാജിച്ചിരുന്നവനായിരുന്നാലും, ദരിദ്രയുടെ താരത്തട്ടിൽ നിലകൊണ്ടിരുന്നതാകുന്ന മനുഷ്യനായിരുന്നാലും, ആത്മാവിനെ വേർപെടുത്താൻ സമയമെത്തിയാൽ വലയു അഖിറല്ലാഹു നഫസാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പണത്തിന്റെ പളവളപ്പ് പറഞ്ഞതുകൊണ്ടോ, രാജ്യത്തിന്റെ അധികാരി ആയതുകൊണ്ടോ, സമുദായത്തിന് നേതൃത്വം എന്ന നിലയ്ക്കോ, പള്ളിയിലെ ഇമാം ആയതുകൊണ്ടോ, മുദർരിസ് ആയതുകൊണ്ടോ, വായിലായതുകൊണ്ടോ, പ്രഭാഷണം കേൾക്കുന്നവനായതുകൊണ്ടോ, ശ്രോതാക്കളായതുകൊണ്ടോ ഒരു നിലയ്ക്കും അല്ലാഹു പരിഗണനയുടേതാകുന്ന ഭാഗമില്ല. ആത്മാവിനെ വേർപെടുത്തുകയാണ്, ആത്മാവിനെ വേർപെടുത്തുകയാണ്. പരിശുദ്ധയാകുന്ന സ്വാഭിവര്യനത 1 മണിക്കൂർ സമയം ആത്മാവിനെ വേർപെടുത്തുമെന്ന് പരിശുദ്ധ പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അറിയിപ്പ് കൊടുത്തു. വിജ്ഞാനത്തിന്റെ തോട്ടം തേടിക്കൊണ്ട് പോയതാകുന്ന സഹോദരന് ആ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടത്തിനകത്തിരുന്നു കൊണ്ട് മധുനുകരുമ്പോ ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്, ആത്മാവിനെ വേർപെടുത്തുകയാണ്. സ്വഹാബത്ത് നബി തങ്ങളുടെ ചാരത്തെ കൂടുകയാണ്.